അടുത്തത് 296 തൊട്ട് 303 വരെയുള്ള ശ്ലോകങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ശ്ലോകം നോക്കാം. യോഗാപര പ്രവക്ഷ്യന്തേ വിഷമജ്വരനാശന പ്രയോക്തവ്യ മതിമത ദോഷാദീൻ പ്രവിഭജ്യത്തെ. അപ്പോൾ ഇവിടെ വിഷമജ്വരനാശനമായിട്ടുള്ള അനേകം യോഗങ്ങൾ ഇനി പറയാൻ പോകുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് യോജ്യമായിട്ടുള്ള രീതിയിൽ അത് കൊടുക്കാം. ദോഷങ്ങളെ മനസ്സിലാക്കി ഏതാണോ തിരഞ്ഞെടുത്ത് കൊടുക്കുക അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള യോഗങ്ങളെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ യോഗം നോക്കാം. സുര സമണ്ട പാനാർത്ഥേ ഭക്ഷ്യാർത്ഥേ ചരണായുധ തിത്തിരിശ്ച മയൂരശ്ച പ്രയോജ്യ വിഷമജ്വരേ. അപ്പോൾ ഇവിടെ സുര ആൽക്കഹോളിക് പ്രിപ്പറേഷനാണെന്നറിയാം. അപ്പോൾ സുര മാത്രമല്ല, സുരയും സുരാമണ്ഡവും അതിൻ്റെ അപ്പർ ലെയറായിട്ടുള്ള സുരാമണ്ഡവും നമുക്ക് പാനാർത്ഥമായിട്ട് കൊടുക്കാം, കുടിക്കാൻ കൊടുക്കാം. ഓക്കെ, ഇനി ഭക്ഷ്യാർത്ഥം. അപ്പോൾ ഭക്ഷണമായിട്ട് എന്ത് കൊടുക്കണം? ചരണായുധ തിത്തിരിശ്ച മയൂരശ്ച പ്രയോജ്യ വിഷമജ്വരേ. ഇപ്പോൾ ചരണായുധം എന്നുള്ള വാക്ക് നിങ്ങൾ ചരകത്തിൽ നവൈകധാരണീയ അധ്യായത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചരണായുധം എന്ന് പറഞ്ഞാൽ കോഴി, കോഴിയുടെ മാംസം, തിത്തിരി പക്ഷിയുടെ മാംസം, മയൂരശ്ച മയിലിൻ്റെ മാംസം ഒക്കെ ഭക്ഷണാർത്ഥമായിട്ടും വിഷമജ്വരത്തിൽ കൊടുക്കാൻ പറഞ്ഞു. അടുത്ത യോഗം നോക്കാം. പിബേദ്വാ ഷഡ്ഫലം സർപ്പിരഭയാം വാ പ്രയോജയേ ത്രിഫലായ കഷായം വാ ഗുഡൂച്യ രസമേവ വാ നീലീനാമജഗന്ധാം ച ത്രിവൃതാം കടുരോഹിണാം പിബേജ്വരാഗമേ യുക്ത്യ സ്നേഹസ്വേദോപബാധിത. അപ്പോൾ അവിടെ ഷഡ്ഫലം ഘൃതം കഴിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ കടുക്ക ചേർന്ന നെയ്യ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ത്രിഫലയുടെ കഷായം കൊടുക്കാം, ഗുഡൂച്ചിയുടെ സ്വരസം കൊടുക്കാം, നീലീനാം അജഗന്ധാം ച ത്രിവൃതാം കടുരോഹിണാം. അപ്പോൾ നീലിനി നമ്മൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നീലി, അതായത് നീലമരി, അജഗന്ധ ആട്ടുനാറിവേള എന്ന് പറയും, ത്രിവൃത് ത്രികോൽപ്പക്കൊന്ന, കടുരോഹിണി, ഇവയൊക്കെ ചേർന്നിട്ടുള്ള കഷായം കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വരം വരുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ വിഷമജ്വരം വരുന്ന സമയത്താണ് ഇവയൊക്കെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഷഡ്ഫലായാലും എല്ലാതും ജ്വരം വരുന്ന സമയത്ത്. പിബേ ജ്വരാഗമേ യുക്തിയ സ്നേഹസ്വേദോപബാധിത. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുന്നേ, വിഷമജ്വരം വരുന്നതിന് ഈ മരുന്ന് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സ്നേഹസ്വേദങ്ങൾ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം